ഹായ്. പുനരവിജനനം. അപ്പോൾ ഞാൻ ഒരു സിനിമയെ പറ്റി ഓർക്കുകയുണ്ടായി. ഞാൻ ആ സിനിമ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ നിന്ന് കണ്ടൊരു സിനിമയാണ്. നൻപകൽ നേരത്ത് മയക്കം എന്നാണ് സിനിമയുടെ പേര്. ഈ ഉച്ചമയക്കത്തെയാണ് അങ്ങനെ പറയുന്നത്. പകുതി തമിഴും പകുതി മലയാളമായിട്ട് മലയാളത്തിൽ തന്നെ ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്തൊരു സിനിമ. ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തമിഴ്നാട് വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു സ്ഥലത്തെത്തുമ്പോൾ പെട്ടെന്ന് വണ്ടിയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി എണീറ്റ് ഒരു ഗ്രാമപ്രദേശത്തേക്ക് ഇറങ്ങി നടന്നു പോയി അവിടെയുള്ള ഒരു സാധാരണക്കാരനായ ഒരു ഹിന്ദു തമിഴ് വ്യക്തിയുടെ വീട്ടിൽ കയറുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന അദ്ദേഹത്തെ കാണാതെ പോയൊരു വ്യക്തിയാണ്. അദ്ദേഹം പോയിട്ട് ഒരുപാട് വർഷങ്ങളായി. അദ്ദേഹത്തിൻ്റെ വേഷവിധാനങ്ങളൊക്കെ എടുത്തിട്ട് അദ്ദേഹം കുറിയൊക്കെ അടിച്ച് ഒരിക്കലും കാണാത്ത രീതിയിലും സംസാരിക്കാത്ത ഭാഷയിലും നല്ലപോലെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യും. കുറച്ച് നേരം കഴിയുമ്പോൾ ആ വീട്ടിലുള്ള കയറി ഒരു വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലൊരാൾ കയറി വന്ന് ഇവിടെ നമ്മുടെ മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ വേഷമൊക്കെ ഇട്ട് പെരുമാറുമ്പോൾ നമ്മൾ ആദ്യം പേടിക്കും. നമ്മളയാളെ ഓടിച്ചു വിടാൻ നോക്കും. അവിടെ അതാണ് നടക്കുന്നത്. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ആ വീട്ടിലുള്ള ആളുകൾക്ക് തന്നെ സംശയം തോന്നും, ഇത് ശരിക്കും ഈ വീട്ടിൽ ജീവിച്ചിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന ആളാണോ എന്ന്. കാരണം അദ്ദേഹം അങ്ങനെ പെരുമാറാൻ തുടങ്ങും. അങ്ങനെ പോകുന്നതാണ് സിനിമയുടെ കഥ. എനിക്കിന്ന് പെട്ടെന്ന് അത് ഓർമ്മ വന്നു. ഞാനിങ്ങനെ മനുഷ്യൻ്റെ മനസ്സിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. മനുഷ്യൻ്റെ മനസ്സ് എത്ര കൺഫ്യൂസിങ് ആണെന്ന് ഞാൻ ആലോചിക്കാറുള്ളൂ. കാരണം മനുഷ്യൻ്റെ മനസ്സാണ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് മാറുന്നതും പുനർജനിക്കുന്നതും ഈ ഓടി നടക്കുന്ന ഞാനെന്ന് പറയുന്ന ഭാവവും. ഞാനെന്ന് പറയുന്ന എൻറ്റിറ്റിക്ക്, മനസ്സിൻ്റെ തുടക്കത്തിനാണ് പുനർജന്മവും മുജ്ജന്മവും ഒക്കെ ഉള്ളത്. അതാണ് എപ്പോഴും എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു വസ്തു. എന്നിരുന്നാൽ യഥാർത്ഥ ഞാനോ നീയോ എന്ന് പറയുന്ന വസ്തു ശുദ്ധബോധാവസ്ഥയിൽ എപ്പോഴും ഉള്ളതാണ്. പക്ഷേ ഈ ഓടി നടക്കുന്ന മനസ്സിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. രമണ മഹർഷിയോട് ആരോ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, ഇന്ന ഒരാൾ മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന് ഇപ്പോൾ എത്ര അദ്ദേഹം ഇപ്പോൾ പുനർജനിച്ചിട്ടുണ്ടാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം പുനർജനിച്ചിട്ടുണ്ടാവും എന്ന് മാത്രമല്ല, ഇപ്പോൾ അയാൾക്കൊരു 74 വയസ്സെങ്കിലും ഉണ്ടാവും. നോക്കൂ, ഈ പറയുന്ന വ്യക്തി മരിച്ച 1 വർഷം പോലും ആയിട്ടില്ല. 1 വർഷം പോലും ആയിട്ടില്ലെങ്കിലും അദ്ദേഹം പുനർജനിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഇപ്പോൾ 74 വയസ്സ് ഉണ്ടാവും. മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? സ്വസ്ഥാവസ്ഥകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ടോ? അതായത് ഇവിടെ ഈ നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന് മനസ്സുകൊണ്ടൊരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ശരിക്കും ഈ അണ്ടർലൈനിങ് ആയിട്ട് കിടക്കുന്ന ബോധാവസ്ഥ ഇതിനെല്ലാം കടന്നു പോകുന്നതോടൊപ്പം തന്നെ മനസ്സിൻ്റെ ഈ ഗെയിമും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മളും അത് എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വലിയ രസമുള്ളൊരു കാര്യമാണ്. നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സിനിമയിലെ പോലെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ വീട്ടിലെ കട്ടിലിൽ കിടന്നുറങ്ങിയിട്ട് നാളെ നിങ്ങൾ കണ്ണ് തുറക്കുന്നത് മറ്റൊരു ശരീരത്തിൽ മറ്റൊരു വ്യക്തിയായിട്ടാണെങ്കിലോ എങ്ങനെ ഉണ്ടാവും? അല്ലെങ്കിൽ നിങ്ങൾ ഇന്നാണ് ജനിച്ചതെന്ന് വിചാരിക്കുക, ഇന്നല്ല നിങ്ങൾ ജനിച്ചതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ശരിക്കും ഒരു കോൺഷ്യസ്നസ് പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയാൻ പറ്റും. കാരണം ഇത്രയും വർഷത്തെ ഓർമ്മയും ഇത്രയും വർഷം കടന്ന് ഇവിടെ എത്തിയെന്നുള്ളത്, ഇപ്പം നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ ആ വയസ്സിൽ ഇന്ന് രാവിലെ ഈ നിമിഷം നിങ്ങൾ പുനർജനിച്ചതാണെങ്കിലോ? ഇത്രയും കാലത്ത് ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ എക്സിസ്റ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എണീച്ച് ചെയ്യുന്നത്. അതാണ് മഹർഷി പറഞ്ഞത്, അദ്ദേഹം പുനർജനിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഇപ്പോൾ 10-70 വയസ്സും ഉണ്ടാവും. അപ്പോൾ ആ 70 വയസ്സുള്ള ആളായിട്ട് അദ്ദേഹം ജനിക്കുമ്പോൾ അദ്ദേഹം പഴയ ആളായിട്ടല്ല അവിടെ ജനിക്കുന്നത്. ആ 70 വയസ്സിൽ അത്രയും കാലം ജീവിച്ചിരുന്നൊരു വ്യക്തിയായിട്ടാണ്. ഇതിനു മുമ്പ് ഇത്രയും കാലം ജീവിച്ച ഓർമ്മകളും കൂടി ആ ജനിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ട്. മറ്റുള്ളവരും അതിനനുസരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകൾ പ്രവർത്തിക്കുന്നത്. കാരണം ശുദ്ധബോധം മാത്രമാണ് യാഥാർത്ഥ്യം. മറ്റ് മനുഷ്യജീവികളും മിഥ്യ തന്നെയാണ്. അപ്പോൾ അവർ 70 വർഷമായിട്ട് ഇയാൾ അറിയാമെന്നുള്ള ബിഹേവിയർ. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം അങ്ങനെയാണെങ്കിലോ? അല്ലെന്ന് എങ്ങനെ പറയാൻ സാധിക്കും നമുക്ക്? പലപ്പോഴും നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രോപ്പർ സ്ലീപ്പിലെ ഡ്രീമിലേക്ക് പോകുമ്പോൾ ഉണരുന്നത് വരെയും നമുക്കറിയാൻ പറ്റില്ല നമ്മൾ ഉറക്കത്തിലാണെന്നുള്ള കാര്യം. നമ്മൾ സ്വപ്നത്തിൽ നിന്ന് വെളിയിൽ വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ഉറക്കത്തിലായിരുന്നു. കാരണം നമ്മൾ സ്വപ്നം കാണുമ്പോൾ സ്വപ്നം നമുക്ക് വളരെ യാഥാർത്ഥ്യമാണ്. ഇതിപ്പം നടക്കുന്ന സത്യം പോലെ തോന്നും. നമ്മുടെ അനുഭവമാണത്.
നമ്മുടെ അനുഭവങ്ങളെ വിശ്വസിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. പക്ഷെ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ കാണുന്ന സ്വപ്നം നമ്മുടെ അപ്പോഴത്തെ അനുഭവമാണ്. നമ്മൾ അതിനെ വിശ്വസിക്കുകയാണ്. എന്നാൽ നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ അനുഭവം പോലും യാഥാർത്ഥ്യമല്ല എന്ന്. അതൊരു തെറ്റായിരുന്നു, അല്ലെങ്കിൽ അതൊരു മിഥ്യയായിരുന്നു നമ്മൾ ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇന്ന് രാവിലെ എന്ന് തന്നെ സത്യം പറഞ്ഞാൽ പറയാമല്ലോ, ഇന്ന് ഈ നിമിഷമാണോ നിങ്ങൾ ജനിച്ചതെന്ന് പോലും നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷത്തെ ഓർമ്മയോടുകൂടി ഈ സബ്റ്റൽ റിയാലിറ്റിയിൽ ഇപ്പം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതാണെങ്കിലോ, നിങ്ങളുടെ ചുറ്റുമുള്ള റിയാലിറ്റിയിൽ എല്ലാവരും നിങ്ങളെ ഇത്രയും വർഷമായിട്ട് അറിയാവുന്ന പോലെ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിലോ, അത് ഇന്ന് സംഭവിക്കുന്ന കാര്യമാണെങ്കിലോ, എന്തിനധികം പറയുന്നു, ഇന്ന് ഇപ്പോൾ ഇരുന്ന് വീഡിയോ കാണുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു ഭ്രാന്താശുപത്രിയുടെ സെല്ലിനുള്ളിൽ കിടന്ന് സ്വപ്നം കാണുന്നതാണോ ഇത് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാൽ മാത്രമേ സ്വപ്നമാണോ അല്ലേ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഒരു സെൻ കഥയുണ്ട്. ഒരു സെൻ സന്യാസി ചിത്രശലഭമായിട്ട് പറന്നു കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം പെട്ടെന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തന്നെ സംശയം, അദ്ദേഹം ശരിക്കും ചിത്രശലഭമായിട്ട് മാറുന്നതായിട്ട് സ്വപ്നം കണ്ടതാണോ, അതോ ഇപ്പോൾ ഈ ഉണർന്നിരിക്കുന്ന വ്യക്തി മനുഷ്യനായിട്ടിരിക്കുന്നത് ചിത്രശലഭം സ്വപ്നം കാണുന്നതാണോ? യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഗെയിം കാണുന്നുണ്ടല്ലോ അല്ലേ? യാഥാർത്ഥ്യം ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സുകൊണ്ട് വാലിഡേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കൺഫ്യൂഷനിൽ നിന്ന് കൺഫ്യൂഷനിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെയാണ് ബോധതലങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ കോൺഷ്യസ് ലെവലിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ റിയാലിറ്റി വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാണ്. പക്ഷേ ശരിക്കും കാഴ്ചയുടെ അനുഭവത്തിൻ്റെ അപ്പുറത്തേക്ക്, അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി. പക്ഷേ ഈ കാഴ്ചകളുടെ അനുഭവങ്ങളിൽ എന്ത് അത്ഭുതം സംഭവിക്കാം. നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ പാമ്പുകൾ മാത്രമുള്ള ഒരു ഗ്രഹത്തിൽ ജനിക്കാൻ സാധിക്കും. നടന്നു പോകുന്ന നാഗമനുഷ്യരെ നിങ്ങൾക്ക് കാണാൻ സാധിച്ചെന്നിരിക്കും. നിങ്ങൾ ഇതുവരെ കാണാത്ത ദേവന്മാരെയൊക്കെ നേരിട്ട് കണ്ടെന്നിരിക്കുക. അവരിൽ ഒരാളായി നിങ്ങൾ ജീവിച്ചെന്നിരിക്കുക. നിങ്ങൾ നാളെ രാവിലെ ചിലപ്പോൾ ജനിക്കുന്ന അല്ലെങ്കിൽ ഉണരുന്നത് 1000 വർഷമായിട്ട് ഭൂമിയെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേവലോകത്തെ ദൈവമായിട്ടായിരിക്കാം. അപ്പോൾ ഇത് ഞാൻ പറയാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ബേസിക് റിയാലിറ്റി, നമ്മളെ അനുഭവിക്കുന്ന ഫിസിക്കൽ റിയാലിറ്റിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ഫിസിക്കൽ റിയാലിറ്റികളെല്ലാം ഒരിക്കലും യാഥാർത്ഥ്യമല്ല. ഇതെല്ലാം സബ്റ്റിൽ സ്വപ്നങ്ങളാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നമ്മൾ പോകണം. നമ്മൾ പുറമേക്ക് നോക്കി ഒരു പാറ്റേണിൽ നിന്ന് മറ്റൊരു പാറ്റേണിലേക്ക് മാറി, ഒരു കാഴ്ചയിൽ നിന്ന് മറ്റൊരു കാഴ്ചയിലേക്ക് മാറി കുറച്ചും കൂടെ ബെറ്റർ ഇലൂഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് പലരും ശ്രമിക്കുന്നത്. പലരും പ്രാക്ടീസ് ചെയ്യുന്ന തന്നെ സിദ്ധികൾ കിട്ടാനും മറ്റ് ഡയമെൻഷൻസിലേക്കൊക്കെ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഒരു റിയാലിറ്റിയിൽ നിന്ന് മറ്റൊരു റിയാലിറ്റിയിൽ ചാടുന്നു. ഇത് തന്നെ ഒരു അത്ഭുതകരമായ ഒരു സംഭവ വികാസമാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഫിസിക്കൽ റിയാലിറ്റി. പക്ഷേ ഇത് നമ്മൾ വെറും സാധാരണമായി കാണുന്നു. നമ്മൾ വിചാരിക്കുമോ ഒരു 10 ഡയമെൻഷനുള്ള ഭൂമിയിൽ അങ്ങോട്ട് നമുക്ക് ട്രാൻസെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നത് എന്ത് അത്ഭുതമായിരുന്നു ഇതിനെന്ന്. ഒരു കാര്യമില്ല. കാരണം നിങ്ങൾ ആ 10 ഡയമെൻഷനുള്ള റിയാലിറ്റിയിൽ ഒരു ജന്മമായിട്ട് നാളെ രാവിലെ ജനിക്കുകയാണ്. 10-20 വർഷമായിട്ട് അവിടെ ജീവിച്ചിരുന്ന ജന്മമായിട്ട് ജനിക്കുകയാണ്. അവിടുത്തെ എക്സ്പീരിയൻസുകളെല്ലാം നിങ്ങളുടെ ഓർമ്മയിലുണ്ട്. നിങ്ങളുടെ അവിടെ ചുറ്റിനുള്ള ആൾക്കാരൊക്കെ നിങ്ങളെ കാലങ്ങളായിട്ട് അറിയാമെന്നുള്ളവരാണ് പെരുമാറുകയും ചെയ്യുന്നത്. അപ്പോൾ അതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം. അപ്പോൾ യഥാർത്ഥ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ സറ്റിൽ റിയാലിറ്റി നിങ്ങൾ അവിടെ ജനിക്കുമ്പോൾ നിങ്ങൾക്കതൊരു പുതുമയല്ല, അതൊരു സാധാരണ സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വേറെ റിയാലിറ്റിയിലോട്ട് പോകാൻ വേണ്ടി നോക്കും. എന്നാൽ ഇലൂഷനിൽ തന്നെ പെട്ട് കിടക്കുന്ന മനുഷ്യന് ഈ ഒരു മായ തന്നെ പോരാതെ വരും. ഇതിനേക്കാളും കുറച്ചൊരു മെച്ചപ്പെട്ടൊരു മായ ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ? ഞാൻ പറയുന്നു, ഇത് ഹാരി പോട്ടർ എന്ന് പറയുന്ന നോവൽ എഴുതുന്ന പോലെ, അല്ലെങ്കിൽ അവതാർ എന്ന് പറയുന്ന സിനിമയിലൊരു ലോകം ക്രിയേറ്റ് ചെയ്യുന്ന പോലെയേ ഉള്ളൂ. അതിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. യഥാർത്ഥ യാഥാർത്ഥ്യം നിങ്ങൾ ഏത് ജന്മത്തിൽ ഏത് ലോകത്തിൽ എവിടെ ജനിച്ചാലും നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് ആ ഒരു റിയൽ എനർജിയുടെ സോഴ്സ്, ഊർജം, അതിൽ നിന്ന് തുടങ്ങണം. അവിടെ നിന്ന് ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ സെറീനിറ്റി, പീസ്, സമാധാനം, സ്നേഹം തുടങ്ങിയ വാക്കുകൾക്കൊരു പുതിയ മാനം ഉണ്ടാവും. അത് അനുഭവമല്ല, ഒന്നും അനുഭവം ഇല്ലാത്ത അവസ്ഥയോ അല്ല. അത് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളതിനെ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും നൻപകൽ നേരത്തെ മയക്കം സിനിമ കണ്ടു നോക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ സിനിമ.
കാരണം പ്രത്യേകിച്ചും ഈ സബ്ജക്റ്റിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഈ അത്ഭുതങ്ങൾ വലിയ എൻ്റർടൈനിങ് ആണ് അല്ലേ? ഇതിങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സ് ഇതിൽ നിന്ന് അതിലേക്ക് മാറുന്നൊരു ഭംഗി. സൈക്കോളജി ഒരു കോഴ്സായിട്ട് പഠിക്കാത്തവർക്കും സൈക്കോളജിസ്റ്റ് ആവാത്തവർക്കും പോലും സൈക്കോളജിയിൽ വലിയ താല്പര്യമാണ്. കാരണം മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു അത്ഭുതം, ഇതെവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ശക്തി ഒരു മൈൻഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ എൻറ്റിറ്റിയിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്ത് പോകുന്നത് വല്ലാത്തൊരു അത്ഭുതമാണ്. അതറിയാനുള്ളൊരു സന്തോഷം അല്ലേ? ഓക്കെ, താങ്ക് യു.